ഹായ്, അസ്സാം വലൈക്കും. അറബി നാട്ടിൽ നിന്നും വന്ന ഫേമസ് ആയ ഒരു ഡെസേർട്ട് കുനാഫയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുനാഫ തയ്യാറാക്കുന്നതിന് ഒന്നുകിൽ കുനാഫ ഡോ അല്ലെങ്കിൽ തിൻ വെർമസെല്ലി ആവശ്യമാണ്. പക്ഷേ ഞാൻ സാധാരണയായി നമ്മുടെ വീട്ടിലൊക്കെ കാണാറുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങാൻ കഴിയുന്ന പായസമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ വെർമസെല്ലി ഉപയോഗിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ കുനാഫ റെഡിയായി കിട്ടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കുനാഫ തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാൻ ഒരു പാക്കറ്റ് വെർമസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത വെർമസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി ക്രഷ് ചെയ്ത വെർമസെല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ വെർമസെല്ലി റോസ്റ്റ് ചെയ്യാവൂ. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെർമസെല്ലിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 50 ഗ്രാം മുതൽ 60 ഗ്രാം വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ബട്ടറൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 3 സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. സാധാരണയായി കുനാഫയ്ക്ക് ക്രീം ചീസാണ് ചേർക്കാറുള്ളത്, പക്ഷേ ഞാനിവിടെ ക്യൂബ് ചീസാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ചീസൊക്കെ അലിഞ്ഞ് പാലുമായിട്ട് ചേർന്ന് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. ഇതാണ് ക്രീമിൻ്റെ ടെക്സ്ചർ. ഇപ്പോൾ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രൈ പാനിലാണ് കുനാഫ സെറ്റ് ചെയ്യുക. അതിനായിട്ടൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച വെർമസെല്ലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ലെയറായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രമോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇനി തേർഡ് ലെയറായിട്ട് പിന്നെയും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന വെർമസെല്ലി ലെയർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ പാൻ ഡയറക്റ്റ് സ്റ്റൗവിലേക്ക് വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അടച്ച് വെച്ച് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ഒരു സൈഡ് കുക്കായി കഴിയുമ്പോഴേക്കും അടുത്ത സൈഡ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാൻ എടുത്ത് അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പതുക്കെ ട്രാൻസ്ഫർ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ക്രാക്ക്. അത് പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. കുനാഫ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറി വെച്ച് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന ടൈമിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് സെർവ് ചെയ്യാം. കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. സാധാരണ കുനാഫ ഡോ ഉപയോഗിച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.